വടകരയിലെ വിമത നീക്കത്തിൽ പ്രശ്നങ്ങൾ പഠിക്കാൻ രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ച് സിപിഎം നേതൃത്വം. സിപിഎമ്മിലെ അണികളിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുള്ള പി.കെ. ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അടുത്തിടെ വടകരയിൽ നടന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ആള് കുറഞ്ഞതും സിപിഎമ്മിനോട് ജനങ്ങൾക്കുള്ള പിന്തുണ കുറയുന്നതിന്റെ ലക്ഷണമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയൂ. രോഹിണി, വടകരയിൽ വിമത നീക്കം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സിപിഎമ്മിനെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഈ വടകരയിലെ സിപിഎമ്മിനകത്തെ പ്രശ്നം പഠിക്കാൻ രണ്ടംഗ കമ്മിറ്റിയെ ഈ സിപിഎം നിയോഗിച്ചിരിക്കുന്നത്. പ്രധാനമായും വടകരയിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഈ പാർട്ടിയിൽ സിപിഎമ്മിൽ ഒരു വിഭാഗത്തിന് വലിയ ജനസമ്മതിയുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വലിയ താല്പര്യമുള്ള പി.കെ. ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെ തുടർന്നാണ് സിപിഎമ്മിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആ സമയത്ത് അതിനോടനുബന്ധിച്ച് തന്നെ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ച സിപിഎമ്മിലെ അണികൾ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ നഗരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പാർട്ടിക്കെതിരെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പാർട്ടി സിപിഎം തിരുത്തണം, ഏകാധിപത്യത്തിലേക്കാണ് പാർട്ടിയുടെ പോക്ക്, സിപിഎമ്മിന് തെറ്റ് പറ്റാം, പക്ഷെ തെറ്റ് മനസ്സിലാക്കി തിരുത്തണം എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ, അതായത് എങ്ങനെയാണോ ഈ സിപിഎമ്മിന് വേണ്ടി പൊതുനിരത്തിലിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിച്ച അതേ അണികൾ തന്നെ സിപിഎമ്മിനെതിരെ പറഞ്ഞ് പ്രത്യക്ഷത്തിൽ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരന്തരം വടകരയിൽ ഇത്തരത്തിൽ ഈ പാർട്ടി അണികൾ തന്നെ സിപിഎമ്മിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഈ പ്രശ്നത്തിന്റെ ഒരു തീവ്രത മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സിപിഎം നേതൃത്വം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രശ്നം പഠിക്കാൻ രണ്ടംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ വടകരയിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശം കൂടി സിപിഎം നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വടകരയിലെ സിപിഎമ്മിനെ സംബന്ധിച്ച് വിമത നീക്കം അതിരൂക്ഷമാണ്. പാർട്ടിയിലെ സിപിഎമ്മിലെ ഒരു വിഭാഗം പാർട്ടി വിടുന്നൊരു സാഹചര്യം അതിവിദൂരമല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഈ വടകരയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയത് തന്നെ ഈ സിപിഎമ്മിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം നിന്ന പാർട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവിനെ 51 വെട്ടുവെട്ടി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം വടകരയിൽ ഉണ്ടായിരുന്നു. അതോടെയാണ് സിപിഎമ്മിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. അതിനുശേഷം പിന്നീട് RMP വന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ സിപിഎം വിടുന്ന ഒരു വിഭാഗം അണികൾ RMPയിലേക്ക് ചേക്കേറാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്ര തിടുക്കത്തിൽ ഒരു ഇടപെടൽ നടത്താൻ സിപിഎം നേതൃത്വം തയ്യാറാകുന്നത്. മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ഒരു പരിപാടി വടകരയിൽ ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ ആള് കുറഞ്ഞതും വടകരയിലെ സിപിഎമ്മിനോട് അണികൾക്ക് ഒട്ടും താല്പര്യമില്ല എന്നൊരു നിഗമനത്തിലേക്ക് സിപിഎം നേതൃത്വം എത്തുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും വടകരയിൽ സിപിഎമ്മിനെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. വടകരയിൽ വിമത നീക്കം അതിരൂക്ഷമാണ്. ഈ സിപിഎം വിട്ട് സിപിഎമ്മിനകത്തെ ഒരു വിഭാഗം അണികൾ മറ്റ് പാർട്ടിയിലേക്കും അല്ലെങ്കിൽ പാർട്ടി വിടുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.